ഞാൻ പറഞ്ഞ് അപ്പൊ പാട്ട് കേൾക്കുമ്പോൾ ഇത് പണ്ടേ വഹാബിക്കുള്ളൊരു അസുഖമാണ്. എന്ത് പറഞ്ഞാലും ശിർക്കും കുഫറും. എന്താ പാട്ടുള്ള പാട്ടൊന്ന് വെച്ചു കൊടുക്കുക. പോറ്റിടും അർശിന്റെ നാദനായിടും മാലികുൽ മുൽക്കായ മുൽക്കേ ശൈഖനാ മടവൂർ വലി പാപികൾക്കത്താണിയായി കരുണയായി കാരുണ്യമായി പുല്ലിനും അസുലായ നൂറേ ശൈഖനാ മടവൂർ വലി രോഗികൾക്ക്. ആദ്യ ഭാഗത്താണ് അയാളെ പ്രശ്നത്ര അല്ലെ. മാലിക്കുൽ മുലൂക്ക് അർശിന്റെ അധിപൻ, അർശിന്റെ അധിപനായിടും മാലിക്കുൽ മുൽക്കായ മുൽക്ക് എന്നാണ് മടവൂർ ശൈഖുന മടവൂർ എന്നാ പറയുന്നത്. ഓ ഭയങ്കര പ്രശ്നമാണല്ലോ. അർശിന്റെ അധിപൻ എന്താ ചെയ്യാ? ഇയാളിങ്ങനെ ആലോചിക്കുക, അർശിന്റെ അർശ് ഈ അർശ് എന്താണ് ഇപ്പൊ ഈ ചങ്ങായിക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഈ പാട്ടൊരാൾ പാടിയാൽ ആ ആളോടൊന്ന് ചോദിക്കണ്ടേ എന്താ ഉദ്ദേശിച്ചത്? മുഹയ്യദ്ദീൻ ശൈഖ് പാടിയ പാട്ട് ഇവിടെ ഉണ്ട്. ആ പേരോടൊന്നും കൂടി പറഞ്ഞോട്ടോ, ഒന്ന് ഞാൻ കിതാബ് വായിക്കാം. ഇവരൊക്കെ നമ്മൾ വിടും, നിങ്ങളെ ശിർക്കിന്റെ പൂതി ഞങ്ങൾ കണ്ടെത്തരുത്. ആ പറയട്ടെ ആ പാടുക. ഇതേതാ ജാതി? മഹാനവറുകൾ പറയാണ്, ഇത് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, അതാണ് കക്ഷി. അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ്? മാലിക്കുൽ മുലൂക്കും അർശിന്റെ അധിപനും അള്ളയൊക്കെ മടവൂരാണ് എന്നുള്ള വാദം. ഇത് ശരിയായ കുഫറാണ്. ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല. ഞാൻ വേദന പറയാം, ഇത് കുഫറാണെന്ന് പറയണ്ടേ? മൊയ്ലിയന്മാർക്ക് അന്തണ്ട് ചങ്ങായി, നല്ല മൊയ്ലിയന്മാർക്ക്. മറ്റേ ബോട്ടിനിറങ്ങിയ വ്യാജ മൊയ്ലിയന്മാരല്ല വിട്ടാളി. ഇയാൾ വേദന പറയാണ്, ആരും സഹകരിക്കണില്ല. എല്ലാരും ഒന്ന് സഹകരിക്കട്ടോ, മൂപ്പരോട് ഒന്ന് കൂടിക്കൊടുക്കി. ഇയാതി പൊട്ടപ്പോയത്തം പറയുമ്പോ ശിർക്കാണ്, കുഫറാണ്. മറിക്ക് ചങ്ങായി ഔസുലാളവിന്റെ ബൈത്ത്, ഒറ്റ ബൈത്ത് വരെ അന്റെ മൊത്തം പൊട്ടാൻ. വശാഹത്തുമാ ഫൗഖസ്സമാവാതി കുല്ലിഹാ കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്ളതി. ഒന്ന് അർത്ഥം പറയുങ്ങള്. ആകാശത്തിന്റെ മുകളിലുള്ളതിനും ഞാൻ ഷാഹിദാണ്. പിന്നെ പറഞ്ഞ എന്താ? കദൽ അർശു, അർശില്ലേ, അർറഹ്മാനു അലൽ അർശി ഇസ്തവഅ അർശനെ വൽ കുർസിയു വസിയ കുർസിയുഹു സമാവാത് എന്ന കുർസിയനെ ഫീ തയ്യി ഖബ്ളതി, എന്റെ കൈയിന്റെ ഉള്ളനടിയിലാണ്. അർശിന്റെ അധിപനാണോ ശൈഖ് മുഹിയുദ്ദീൻ? മുഹിയുദ്ദീൻ ശൈഖ് കാഫിറാണ് അഭിപ്രായം ഉണ്ടോ? ഫുതൂൽ ഗൈബിന്റെ അവസാനത്തിൽ പറഞ്ഞ വരി തിരുത്തോ? ഇപ്പം മനസ്സിലാക്കി എന്താ? അർശൊക്കെ മേലല്ലേ, അർശിന്റെ മേലെയാണോ ഔലിയാക്കന്മാര്? അധികാരം നൽകപ്പെട്ടവരാണവർ. അർശിന്റെ കൈയിന്റെ ഉള്ളനടിയിലാന്നാ പറഞ്ഞേ. അത് ആ കാലത്തുള്ള ഔസുല്ലാദമാണ് പറഞ്ഞതെങ്കിൽ ഇന്നത്തെ ഔസുല്ലാദമാണ് ശൈഖ് മടവൂർ. പഴയ വഹാബിന്റെ അതേ സ്വഭാവം എന്നല്ലാതെ എന്താ അവരെ കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞോ? ഇല്ല, ഞാൻ മർക്കസ് എന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു മുഹിയുദ്ദീൻ ശൈഖിനെ കുറിച്ച്. അവൻ ഇടയ്ക്ക് ഓൽക്ക് തന്നെ ഒരു പണി തിരിച്ചു കൊടുക്കണമല്ലോ. മാത്രല്ല മഹാനവറുകളുടെ വേറൊരു ബൈത്ത് അതന്നെ നഹ്നുൽ മുലൂകു അലാ സലാത്തീനിൽ മലാ വൽ കായിനാതു വമൻ ബിഹാ ഖുദ്ദാമുനാ. ഈ മർക്കസിൽ നിന്നൊക്കെ ഇത് തന്നെ പാടാം. നമ്മളെ പിലാക്കൽ സക്കാഫിയാണ്, വല്ല കണ്ട കോടാലിയാണ്. മൂപ്പരുണ്ടായ കാലത്ത് നല്ല നല്ല ബുക്ക് എഴുതിയോണ്ട് നന്നായി. 176 പേജ്. പാട്ടൊക്കെ നമുക്ക് പിന്നെ പാടാം. ആദ്യം നിങ്ങൾ ഇതൊന്ന് തീരുമാനാക്കി തരും. നഹ്നുൽ മുലൂകു അലാ സലാത്തീനിൽ മലാ വൽ കായിനാതു വമൻ ബിഹാ ഖുദ്ദാമുനാ. ഇതതിന്റെ അർത്ഥം അറിയോ? നഹ്നുൽ മുലൂക്, ഞങ്ങളാണ് രാജാക്കന്മാർ. അലാ സലാത്തീനിൽ മലാ,
സിട്ടികളിലുള്ള രാജാക്കന്മാരില്ലേ ഒരുപാട് അധികാരികൾ, അവരെയൊക്കെ ഭരിക്കുന്ന ചക്രവർത്തിമാരാണ് ഞങ്ങൾ. അതാണ് മാലിക്കുൽ മുലൂക്ക്. മിൽക്കുള്ള കുറെ അധികാരികളില്ലേ, ഓല ഉടമസ്ഥനായ ഞങ്ങള് ആണ് മാലിക്കുൽ മുലൂക്ക്. മുഹിയുദ്ദീൻ ഷെയ്ഖ് ഉഫ്റിലായോ? ഇനി അതാ 2 വായിച്ചാൽ മതി, മറ്റിറ്റങ്ങൾ തന്നെ കാഫിറായി പോകും. അൽ കമാലാത്തുൽ ഇലാഹിയ ഫി സിഫാത്തിൽ മുഹമ്മദിയ, അല്ലാമ അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ്. അതിലതാ മാലിക്കുൽ മുൽക്കിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞു, മൗസൂഫം ബിസിഫത്തിൽ മാലിക്കിയ ബിൽ മംലക്കത്തിൽ വുജൂദിയ. അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയാൻ പറ്റുന്ന പേരാണ് മാലിക്കുൽ മുലൂക്ക്. ബദ്ദലീലു അലാ ദാലിക, അതിന്റെ തെളിവ് അന്നല്ലാഹ തആല ഖലഖൽ ആലം മിൻ അജലിഹി ഫഹുവ മാലിക്കുൽ ആലം. റസൂലുള്ളാഹിക്ക് വേണ്ടിയാ ലോകം തന്നെ പഠിച്ചേ. അപ്പൊ ലോകത്ത് കുറെ അധികാരികളുണ്ട്, അവരെയും അധികാരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ അധികാരികളിൽ എന്നുള്ള ആളാണ് ശൈഖ് മടവൂർ. ഒന്ന് പോയി വഹാബികളെ, കുറ്റിയാടിക്കാരെ. ഇതൊക്കെ പണ്ടാ ചെറിയ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാത്തതിന്റെ കുഴപ്പമില്ലേ? ഈ അങ്ങോട്ടൊന്നും പോണ്ടാന്ന്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞ വിശേഷനാണ് അല്ലാഹു റഊഫാണ് അല്ലേ? ഇന്നല്ലാഹ ബിന്നാസി ലറഊഫുർ റഹീം. അല്ലാഹു റഊഫാണ് റഹീമാണ്. എന്നാ അല്ലന്നെ സൂറത്തു തൗബ ലാസ്റ്റ് എന്താ? ലഖദ് ജാഅക്കും ഓതി നോക്ക്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റസൂൽ റഊഫുർ റഹീമാണ്. ഖുർആനിൽ ശിർക്ക് വന്നോ? ഏടുന്നാ ഈ കുറ്റ്യാടിക്കാരനൊക്കെ വണ്ടി കയറിയത്? റഊഫ് അല്ലാഹുവിന് പേരുണ്ട്, റസൂലിനുണ്ട്. ശിർക്കായോ? പോട്ടെ, ആലിമുൽ ഗൈബ് ആരെ പേരാ? ആലിമുൽ ഗൈബി വശഹാദ അല്ലല്ലേ? മുഹിയുദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് ആലിമുൽ ഗൈബ് എന്ന് പറയാൻ പറ്റുമോ? പറ്റും. അപ്പൊ ഇതെന്താ? ഇത് പണ്ട് വഹാബിനോട് നമ്മൾ പറഞ്ഞത്, ചങ്ങായി അല്ല റഊഫായ പോലെ എല്ലാരും റഊഫാകുക റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ല കൊടുത്ത ആ റഊഫത്താണ്, കരുണയാണ് ആരടുത്തുള്ളത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ല ഗൈബ് അറിയുന്നത് എങ്ങനെ? അല്ല ഗൈബ് അറിയുന്നത് അല്ല സ്വയം അറിയാണ്. മശായിഖ് അറിയുന്നതോ അംബിയ അറിയുന്നത് അല്ല കൊടുത്തതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അല്ല കൊടുത്തതാണ്. ഇവര് വഹാബിയായി ഇതിന് വല്ലത്തിന് പോയി ആ കൊണ്ടെടുക്കാൻ മറ്റേ ഞങ്ങളെ ഉസ്താദ് തൗഹീദ് പഠിപ്പിക്കുന്നു. നല്ല തൗഹീദ. ഇബ്നു തൈമിയനെ നേതാവാക്കിയിട്ട് ഒരു വാചകം കേട്ടപ്പോഴേക്ക് ശിർക്കും കുഫറും പറഞ്ഞ നീയല്ലടോ വലിയ വഹാബി. അല്ല മാലിക്കുൽ മുലൂക്കായത് എങ്ങനെയെന്നറിയോ? അവൻ സ്വയം മാലിക്കുൽ മുലൂക്കാണ്. എല്ലാ അധികാരങ്ങളും അവൻ അധികാരപ്പെടുത്തി. അത് മറ്റൊരാൾ കൊടുത്തതല്ല. അവൻ സ്വയം മാലിക്കുൽ മുൽക്കാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, അവരാണ് എല്ലാ അധികാരങ്ങളെയും അധികാരപ്പെടുത്തിയ ആളുകൾ. അത് അല്ലാഹു കൊടുത്തതാണ്, സ്വയം അല്ല. അല്ല കൊടുത്ത പവറിൽ നിന്നുകൊണ്ടാണ് അവര് രാജാക്കന്മാരെ രാജാവായത്. ഇപ്പൊ മാലിക്കുൽ മുൽക്ക് അറിയാനിപ്പോ എങ്ങനെയായാലും മതി. കുറെ ജില്ലാ പ്രസിഡന്റുമാര്, ഓൽക്കൊക്കെ ഓരോ അധികാരപരിധി, ഓരോ മിൽക്കുണ്ട്. അതിന്റെ ടോപ്പിൽ ഒരു സ്റ്റേറ്റ് പ്രസിഡന്റ്. അപ്പൊ സ്റ്റേറ്റ് പ്രസിഡന്റ് മാലിക്കുൽ മുലൂക്ക് ആണല്ലോ. നിങ്ങൾക്ക് മനസ്സിലാണ് ഇപ്പൊ അതൊക്കെ പറഞ്ഞു തരണ്ടേ? ഇതതുപോലല്ല. ഇത് അല്ലാഹ് അധികാരം കൊടുത്തതാ, എന്തിനും അധികാരം കൊടുത്തതാ. ആ രാജാക്കൾ വരെ ഇവരെ അധികാരത്തിലാണ്. അതാണ് ഹുനുൽ മുലൂക്ക്, ഞങ്ങളാണ് രാജാക്കന്മാർ. അലാ സലാത്തീനിൽ മല, ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരെയും ഭരിക്കുന്ന രാജാവാണ് ഞാൻ. ശിർക്കാണോ? അർശിന്റെ അധിപൻ, അർശ് സ്വീകരിച്ച സംഭവം അറിയോ നിങ്ങൾക്ക്? അർശ് സ്വീകരിക്കുന്ന സംഭവം മുആദ് തങ്ങൾ വഫാത്തായപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് മുആദ് തങ്ങളെ റൂഹിനെ സ്വീകരിക്കാൻ അർശ് വന്നു എന്നാണ്.
മുആദ് തങ്ങളെ പവറാണത്. വഹാബിസം പിടിപെട്ട് നശിച്ച ഒരു ടീം യാതൊരു രക്ഷയുമില്ല.